എനിക്കും ആ ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ഈ മന്ത്രിമാരുടെ കാര്യത്തിൽ ലീഗിൽ ആശയക്കുഴപ്പത്തിന്റെ കാര്യമുണ്ടാവില്ല. കാരണം അതിനകത്ത് സാദിഖ് അലി തങ്ങളുടെ ഒരു വളരെ പ്രധാനപ്പെട്ടതായിരിക്കും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ PK കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യത്തിൽ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അദ്ദേഹം സ്വാഭാവികമായും മന്ത്രിയാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം മുസ്ലിം ലീഗിന്റെ പാർലമെന്ററി പാർട്ടി ലീഡറും അദ്ദേഹം തന്നെയാകാനാണ് സാധ്യത. പക്ഷേ അപ്പോഴും ഒരു ചോദ്യം, മുസ്ലിം ലീഗിന് ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടാകുമോ? അങ്ങനെയാണെങ്കിൽ കേരളത്തിന് ഇത്തവണ എത്ര ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകും എന്ന മറ്റൊരു ചർച്ചയ്ക്ക് കൂടി തുടക്കമിടേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ലീഗിന് മാത്രമായി ഒരു ഉപമുഖ്യമന്ത്രി പറ്റില്ലല്ലോ, കോൺഗ്രസിനും കൂടി ഒരു ഉപമുഖ്യമന്ത്രി വേണ്ടി വരില്ലേ? അപ്പോൾ ഈ തലപ്പൊക്കമുള്ള നേതാക്കളുടെ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ തലപ്പൊക്കമുള്ള നേതാക്കളുടെ എണ്ണം നോക്കുമ്പോൾ ലീഗ് ഉപമുഖ്യമന്ത്രി അത് കോൺഗ്രസിൽ നിന്നും അതിൽ കൂടുതലുള്ള ആവശ്യങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ അങ്ങനെ ഒരു ഉപമുഖ്യമന്ത്രി ചർച്ച ഉണ്ടായാൽ തന്നെ ഉണ്ടാവും. അത് ലീഗിന് തിരിച്ചറിവുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഉപമുഖ്യമന്ത്രി എന്ന ആവശ്യമേ മുന്നോട്ട് വെക്കുന്നില്ല എന്ന നിലപാട് തുടക്കം മുതൽ ലീഗ് എടുത്തിരിക്കുന്നത്. UDF-ൽ ഇപ്പൊ ചർച്ച ചെയ്യുന്നില്ല. ഇല്ല, UDF-ൽ തങ്ങൾ കാരണം ഒരു അസ്വാരസ്യവും ഉണ്ടാവരുത് എന്ന് ലീഗ് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലീഗ് അങ്ങനെ കരുതുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ലീഗ് ചടുലമായ നീക്കങ്ങൾ നടത്തുന്നത്. ഇന്ന് തന്നെ നമ്മൾ നോക്കിയാൽ അറിയാം, കഴിഞ്ഞ ദിവസം VD സതീശനെ പിന്തുണച്ചു എന്ന രീതിയിൽ മാധ്യമങ്ങൾക്ക് കൊടുത്ത സാദിഖ് അലി തങ്ങളുടെ ഒരു ബൈറ്റിനെ വ്യാഖ്യാനിക്കപ്പെട്ടപ്പോൾ ഇന്ന് ജനറൽ സെക്രട്ടറി PM A സലാം അതിനെ മയപ്പെടുത്തുന്നുണ്ട്. UDF-ൽ ഒരു പ്രശ്നവും ഞങ്ങൾ കാരണം തുടങ്ങി വെക്കേണ്ടതില്ല. ഒരടിയുടെ കോൺഗ്രസിൽ ഉണ്ടാകാൻ പോകുന്ന അധികാര തർക്കവുമായി ബന്ധപ്പെട്ട് അതിൽ ഞങ്ങളെ കക്ഷിയാക്കാനോ അതിൽ നിന്നുകൊടുക്കാനോ ലീഗില്ല എന്ന സന്ദേശം കൂടിയാണ് യഥാർത്ഥത്തിൽ ലീഗ് ഇന്ന് നൽകുന്നത്.